ആഹാ, അടിപൊളി ഇന്റീരിയേഴ്സ് അല്ലേ വ്യൂസ്. ഇതൊരു ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ. അതെ അതെ, നിങ്ങൾക്ക് ഇവിടെ ബാഡ്ജ് കാണാം, ബജാജ് ഗോഗോ. അതെ വ്യൂസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ബജാജിന്റെ ഗോഗോ പറഞ്ഞ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഓട്ടോ ആയിട്ടാണ്. എങ്ങനെയുണ്ട് കാണാൻ? സെറ്റ് ആയിട്ടില്ലേ? കുറച്ച് മറ്റേ നമ്മുടെ ഡീസലും സി എൻ ജിയുടെ ഒരു ഇൻസ്പിറേഷൻ ഡിസൈനിൽ നമുക്ക് കാണാം. ഒരു ബീഫി സ്ട്രക്ചറും കുറച്ച് ഒരു മസ്കുലർ ലുക്കും ഈ ഏരിയയിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ബജാജിന്റെ ഡി എൻ എയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് വേരിയൻ്റാണ് ഒന്ന് വരുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇതിന് P7012 എന്നാണ് അവർ വിളിക്കുന്നത്. നമുക്ക് പിന്നിലൊരു ബാഡ്ജിങ് കാണാം, P7012. നമുക്ക് P5012 വരുന്നുണ്ട്. അതായത് ചെറിയ വാഹനം അതാണെന്ന് തോന്നുന്നു. അത് ചെറിയ വാഹനമാണ്, ചെറിയ ബാറ്ററി പാക്ക് ഉള്ളതും. അതിലും വേറെ സെയിം ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി പാക്ക് ഇവിടെയാണ് വരുന്നത്. 12.1 kWh ബാറ്ററിയാണ് വരുന്നത്. 36 Nm ടോർക്കും 251 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത്. ഒറ്റ ചാർജിൽ 3 മണിക്കൂർ നമ്മൾ ഈ ഒരു വാഹനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 251 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചാണ് കമ്പനി പറയുന്നത്, ക്ലെയിം റേഞ്ച്. കസ്റ്റമേഴ്സിന് എത്രയാണ് കിട്ടുന്നത് ഇപ്പോൾ എന്ന് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അത് പിന്നെ അപ്ഡേറ്റ്സ് ആൾക്കാർ വാങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് നമുക്കൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് റിവ്യൂ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഒരു എന്താ പറയുക കംഫർട്ടബിൾ ആയ രീതിയിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആണ് വരുന്നത്. LED ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റും ടേൺ ഓൺ ചെയ്യാം. ഇവിടെയാണ് ഹസാർഡ് ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ടൊരു പ്രീമിയം ലുക്കാണ് കൊടുക്കുന്നത്. LED ലൈറ്റ് അത്യാവശ്യം നല്ല ഷാർപ്പാണ്. ഇത് നമ്മുടെ ഹൈ ബീമാണ് വരുന്നത്. ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എയർ ഫ്ലോവിൻ്റെ ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബജാജ് ഗോഗോ എന്ന് ബാഡ്ജിങ്ങും നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയയും വൈപ്പറും പിന്നെ അത്യാവശ്യം വിസിബിളായ ഒരു ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു ഏരിയ നമ്മൾ ഓൾറെഡി 12 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഓൾറെഡി നമ്മുടെ പഴയതിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡ് മിററും അത്യാവശ്യം നല്ല വിസിബിൾ ആകുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇൻറ്റീരിയേഴ്സിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് സൈഡത്തെ ഒരു വ്യൂ നോക്കാം. ഇങ്ങനെയാണ് വന്നത് സൈഡത്തെ വ്യൂ. വീല് കാണാൻ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, റിം പ്ലേറ്റ് കാണാൻ നന്നായിട്ടുണ്ട്. നല്ലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ബജാജ് ഗോഗോ എന്ന്. കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കാണ്. 12 ഇഞ്ചിൻ്റെ വീലായതുകൊണ്ട് തന്നെ റോഡ് കൂടെ പോകാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ സൈലൻറ്റും ആയിരിക്കും. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഹോൾ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിൻ്റെ പോർട്ടല്ല. ചാർജിങ്ങിൻ്റെ പോർട്ട് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് കാണാം. ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ, ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ വൈറ്റ് കളറിലും വരുന്നുണ്ട്. ടോപ്പ് ബ്ലൂ തന്നെ ആയിരിക്കും, പക്ഷേ താഴെ വൈറ്റ് കളറിലും വരുന്നുണ്ട്. പിന്നോട്ട് വരികയാണെങ്കിൽ ബജാജ് ഗോഗോ എന്ന് ബാഡ്ജിങ് കാണാം. നമ്പർ പ്ലേറ്റിൻ്റെ ഏരിയ, അഗൈൻ ലൈറ്റിൻ്റെ നമ്പർ പ്ലേറ്റ് ലൈറ്റ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ബുഷ് പോലെ കൊടുത്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് സെൻസർ നമുക്കില്ല വരുന്നുണ്ട്. അപ്പോൾ പിന്നോട്ട് എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മതിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇടിക്കാണ്ട് കുറയ്ക്കാൻ പറ്റും. നമുക്ക് സൗണ്ട് വരും. അപ്പോൾ P7012 ബാഡ്ജിങ്. പിന്നെ ഇത് നമുക്ക് തുറക്കാം. എൻ്റെ മുന്നേ പിന്നത്തെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. പിന്നെ റിവേഴ്സ് ലൈറ്റ്സ് അതേപോലെ തന്നെ ഇതൊക്കെ LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വിസിബിലിറ്റി ആൾക്കാർക്ക് പിന്നെ വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞിട്ട് എത്ര ബൂട്ട് സ്പേസ് ഉണ്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഇവിടുന്ന് തുറക്കാനും പറ്റുന്നതാണ്. ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുള്ളി ചെയ്തിട്ട് അതേപോലെ ഈ ഒരു സംഭവം കൂടി പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സാധനങ്ങൾ ലോഡ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടിയിട്ട് പറ്റും. പിന്നെ ബൂട്ട് സ്പേസ് വർദ്ധിപ്പിച്ചത് കാരണം തന്നെ കൂടുതൽ നമുക്ക് ലഗേജ് വെക്കാൻ പറ്റുന്നതാണ്. ആൾക്കാരെ യാത്രക്കാർക്ക് സുഖമായിട്ട് പോകാനും പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് സ്പേസ് ആണ്. വളരെയധികം ലെഗ് സ്പേസ് ഉള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി ഇരുന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമാണ് നമുക്ക് വരുന്നത്. പിന്നെ ഹെഡ് റൂം പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി കെട്ടിയിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ഹെഡ് റൂം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഷോൾഡർ റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കൊരു 2-3 പേർക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത്. സീറ്റ് കുറച്ചുകൂടി സ്റ്റിഫും കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബലത്തിലുള്ള ഒരു സീറ്റ്സാണ് ബിൽഡ് ചെയ്തിട്ടുള്ള. ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലതാ കേട്ടോ. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയ ഡിസൈൻ കൊടുത്തിട്ടുള്ള സീറ്റ്സാണ്. ഇവിടെ നമുക്ക് ബജാജ് ഗോഗോ എന്ന ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെയും ഡോർ വരുന്നുണ്ട്. നമുക്ക് ഡോറ് നോർമലി നമ്മൾ തുറക്കുന്ന പോലെ ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കുന്ന ഡോർസാണ് വന്നിട്ടുള്ളത്. ഇനി ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി പാക്ക് വരുന്നത്. ഇൻറ്റീരിയേഴ്സിലേക്ക് വരാം. അതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ബാറ്ററി എത്തുന്ന നേരം വെറുതെ ഡ്രെയിൻ ആവില്ലല്ലോ. എൻ്റെ ഈ ഒരു കീ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വാഹനത്തിൻ്റെ ചാർജർ ചെയ്യേണ്ടത്, ചാർജ് വാഹനം ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ ചാർജിങ് പോർട്ട് കാണാം. ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പ്ലഗ് കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത്. 12.1 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് നമുക്ക് വരുന്നത്. 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 251 കിലോമീറ്റർ നമുക്ക് വാഹനം ട്രാവൽ ചെയ്യാൻ പറ്റും. 36 Nm ഓഫ് ടോർക്കാണ്, മറക്കല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് ആവുന്നു. നമുക്ക് ഇതിപ്പോൾ ഓടിക്കാൻ കിട്ടിയിട്ടില്ല, കാരണം ഒരു കസ്റ്റമറുടെ വണ്ടിയാണത്. ജസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് അറൗണ്ട് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഇവിടെ കീ ഇൻസേർട്ട് ചെയ്തിട്ട് ഇനി ഇൻറ്റീരിയേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. പുറത്ത് വേറെ എന്തെങ്കിലും സംസാരിക്കേണ്ടോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കുറേ ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ടെക്സ്ചർ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബ്ലാക്ക് റബ്ബർ എലമെൻറ്റ് കൊടുത്ത കാരണം തന്നെ ഒരു എന്താ പറയുക, ഒരു ഭംഗിയുണ്ട് വാഹനം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ് എക്സ്റ്റീരിയേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതൊന്നും കൂടി സെറ്റാക്കിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഇൻറ്റീരിയേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ അടിപൊളി ഇൻറ്റീരിയേഴ്സാണ്. ഞാൻ എട്ടിപ്പോയത് കണ്ടപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലും നമ്മൾ കാണാത്തൊരു ഇൻറ്റീരിയേഴ്സാണിത്. ഇനി ഇവിടെ നമുക്ക് ഫോൺ വയ്ക്കാതൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ നാവിഗേഷനോ വല്ല നമുക്ക് ഫോൺ വെക്കണമെങ്കിൽ ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെക്കാൻ പറ്റും നമുക്ക്. പിന്നെ ചെരിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. അടിപൊളിയായിട്ടില്ലേ. ഇനി വാഹനത്തിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഓണാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹസാർഡ് ലൈറ്റ്സ് ഓണാണ്, അതാണ് ഇവിടെ മിന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസാർഡ് ലൈറ്റ്സിൻ്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഇത് പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് മ്യൂസിക് സിസ്റ്റം പോലെ ആഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഫംഗ്ഷൻ സ്വിച്ചാണ്. ഇൻ കേസ് നമ്മൾ വാഹനം വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് ചെയ്യണമെങ്കിൽ. ഇനി ഇതാണ് നമ്മുടെ ബാറ്ററി പാക്കിൻ്റെ ചാർജ് എത്ര ഉണ്ട് കാണിക്കുന്നത്. റേഞ്ച് ഇവിടെയാണ് കാണിക്കുന്നത്, 184 കിലോമീറ്ററിന് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 0 km/h ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പീഡോമീറ്ററാണ്. പിന്നെ ഗിയർ ഏതില്ല, ന്യൂട്രൽ ഇല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗിയർസും ഒന്നുമില്ല, ക്ലച്ചോ ഒന്നുമില്ല. ഇതിൽ നമുക്ക് ബട്ടൺസാണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഇവിടെ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ബ്രേക്ക് അമർത്തിയിട്ട് ഡീൽക്ക് ഇട്ട ബ്രേക്ക് കാല് പെഡൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡീൽക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇട്ട് കഴിഞ്ഞാൽ ഡീൽക്ക് വീണു. ഡീൽക്ക് വീണിട്ട് നമ്മൾ ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നീങ്ങാൻ തുടങ്ങും. പിന്നെ പെഡൽ അമർത്തിയിട്ട് തന്നെ 6ലേക്ക് ഇടാം, അപ്പോൾ 6ലേക്ക് ആവും. പിന്നെ ഇങ്ങനെ 6ലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വാഹനം ബീപ്പ് അടിക്കും കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ലൈറ്റ് കത്തുന്നത് പിന്നത്തേന്ന്. അതും LED ആണ് അല്ലേ നമുക്ക് നോക്കാം. വൈറ്റ് LED ലൈറ്റ്സ് ആണ്, അത് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് നല്ല വിസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഓഫാക്കാം. ബ്രേക്ക് അമർത്തിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ ഇടാം. ന്യൂട്രലാണ് വീണിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ 2 മോഡ്സാണ് നമുക്ക് വരുന്നത്. ഒന്ന് നോർമലും, ഇപ്പോൾ അത് ഡ്രൈവിലിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഡീലിട്ടിട്ട് ഇപ്പോൾ ഗ്രീനാണ്, അതായത് നോർമൽ മോഡ്. എക്കണോമിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം മോഡ് അമർത്തി കഴിഞ്ഞാൽ ഇതൊരു യെല്ലോയിഷ് ഓറഞ്ച് കളറിലേക്ക് മാറും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബൂസ്റ്റ് മോഡ് അല്ലെങ്കിൽ പവർഫുൾ മോഡാണ്. അപ്പോൾ അതിൽ നമുക്ക് 55-60 km/h നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് നോർമൽ മോഡിലാണെങ്കിൽ 45 km/h നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്കണോമി മോഡും ബൂസ്റ്റ് മോഡ് 2 മോഡ്സാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് ന്യൂട്രലൊന്നും ഇടാം. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. കംപ്ലീറ്റ്ലി LED ആണ്. ഹോൺ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ലൗഡ് ഹോണാണ്, മറ്റേ ഡീസലും CNG കണ്ടിട്ടുള്ള പോലത്തെ ഹോണല്ല, കുറച്ചുകൂടി വേറെ ടൈപ്പ് ഹോണാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഇത്. ഓക്കെ, ഓഫാക്കി വെച്ചു. ഇനി ഇത് ലൈറ്റ്, ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റ് ഓഫാക്കാൻ ഓണാക്കുന്ന ഓപ്ഷൻ. ഇനി ഇത് നമ്മുടെ നോർമൽ അറിയുന്ന പോലെ ത്രോട്ടിൽ. പിന്നെ ഇത് ഓരോ ലൈറ്റ് ഓണാക്കാൻ ബട്ടൺസൊക്കെ കാണിക്കുന്ന സംഭവം. നെക്സ്റ്റ് പറയാനുള്ളത് 2 ചാർജിങ് പോർട്ട് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഫോണിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു USB ചാർജറും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ, ഭയങ്കര ഒരു തോട്ട് ടു ഡീറ്റെയിൽ ആണ് അല്ലേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഹാൻഡ് ബ്രേക്ക് പുള്ളിയാണ്, വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഒരു തോട്ട് ടു ഡീറ്റെയിൽ ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ആശയമായ കാര്യമാണ് USB ചാർജിങ് പോർട്ടും ഇതൊക്കെ ആക്ച്വലി. പിന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഫോൺ ഇവിടെ വെക്കാൻ പറ്റും. അത് ചാർജർ ഇവിടെയും പിന്നെ ഫോൺ ഇവിടെയും വെക്കുകയാണെങ്കിൽ സെറ്റായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും വിഗ്രഹങ്ങൾ വല്ലതും എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായി പിന്നെ ഇത് കൂടി ഉണ്ട്. ഇതാണ് ഹൈ ബീം. നമുക്കിങ്ങനെ ഡിപ്പ് ഇങ്ങനെ അടിക്കാൻ പറ്റില്ല പാസ് ലൈറ്റ്, പക്ഷേ ജസ്റ്റ് ഇങ്ങനെ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അത് ഹൈ ബീമും ലോ ബീമും അത്രേ വരുന്നുള്ളൂ. നമുക്കിങ്ങനെ കണ്ടിന്യൂസ്ലി അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.